കണ്ടോ, അവൻ സ്വർഗത്തിലിരുന്നവൻ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ, പിതാവിന്റെ മടിത്തട്ടിലിരുന്നവൻ, കോടാനുകൂടി ദൂതന്മാരുടെ ആരാധനകളെ ഏറ്റുവാക്കി ആ സ്വർഗത്തിലെ സന്തോഷത്തിൽ വിരാജിച്ചവന് അവൻ തന്നെത്താൻ താഴ്ത്തിയ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നമ്മളിലെ ഓരോരുത്തരും സ്നേഹം മുഖാന്തരം നിന്നയേറ്റെങ്കിൽ പ്രിയപ്പെട്ട തുപ്പലേറ്റത് നിനക്ക് വേണ്ടിയിട്ടല്ലയോ, അടിയേറ്റത് നിനക്ക് വേണ്ടിയിട്ടല്ലയോ, പരിഹാസമേറ്റത് അവന് വേണ്ടിയിട്ടല്ലയോ? അവൻ ആ മറിയയുടെ സന്തതിയായിട്ട് ജനിച്ച നാൾ മുതൽ ക്രൂശിൽ മരിക്കുവോളം നിന്നെ അപമാനമേറ്റത് നിനക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു നിന്ന ചുമന്നാൽ എന്നാ പ്രിയപ്പെട്ടവരെ? മനുഷ്യരുടെ മുമ്പിൽ മാനം തേടുന്നവരെല്ലാം നശിച്ചു പോകും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് മുമ്പിൽ മാനിയായിട്ട് തീരണം. അതുകൊണ്ട് ഈ സത്യം അറിയാമെങ്കിലും സ്നാനത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല, പള്ളി ഭ്രഷ്ടരാകും. ഈ സ്നാനത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ പുരോഹിത വർഗ്ഗം നിങ്ങളെ വെറുക്കും, നിന്റെ സ്വന്തം സ്നേഹിതന്മാർ നിന്നെ തുപ്പും പ്രിയപ്പെട്ടവരെ. പക്ഷെ കർത്താവ് നിനക്ക് വേണ്ടി തുപ്പലേറ്റെങ്കിൽ ആ കർത്താവിന് വേണ്ടി തുപ്പലേക്കുന്നതിന് എന്താ പ്രിയപ്പെട്ട ലജ്ജിക്കേണ്ടത്? പക്ഷെ ഇതിൽ മാത്രമേ രക്ഷയുള്ളൂ. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിട്ടല്ലാതെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആർക്കും സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. പുരോഹിതന്മാരുടെ ധൂവപ്രാർത്ഥനയ്ക്ക് നമ്മളെ രക്ഷിപ്പാനും കഴിയത്തില്ല. നിങ്ങൾ ചെയ്ത ഒരു നീതി പ്രവൃത്തിക്ക് നിങ്ങളെ വീണ്ടെടുപ്പാനും കഴിയത്തില്ല.